ഒടുവിലിതാ ആക്ഷൻ ഹീറോ ബിജുവും പീഡനക്കുരുക്കിൽ. അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് നടൻ നിവിൻ പോളി പീഡിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി നേര്യമംഗലം സ്വദേശിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. എറണാകുളം ഊന്നുകൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് നിവിൻ പോളിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ വർഷം നവംബറിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയോട് വിദേശത്തേക്ക് വരാൻ ആവശ്യപ്പെടുകയും തുടർന്ന് വിദേശത്തെ ഹോട്ടലിൽ വെച്ച് നിവിൻ പോളി അടക്കമുള്ളവർ ചേർന്ന് പീഡിപ്പിച്ചുവെന്നാണ് യുവതി നൽകിയ പരാതിയിൽ പറയുന്നത്. എറണാകുളം റൂറൽ എസ്.പിക്ക് ലഭിച്ച പരാതി പിന്നീട് ഊന്നുകൽ പോലീസിന് കൈമാറുകയും പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തു. തുടർന്ന് ഈ അന്വേഷണം പൂർത്തിയായതോടെയാണ് നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇതിൽ ആകെ 6 പ്രതികളുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇതിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി എന്നാണ് പറയുന്നത്. കേസിൽ 1ാം പ്രതി ശ്രേയയാണ് എന്നും നിർമ്മാതാവ് A.K. സുനിലാണ് ഇതിൽ 2ാം പ്രതിയെന്നും ബിനു, ബഷീർ, കുട്ടൻ എന്നിവരാണ് 3ഉം 4ഉം 5ഉം പ്രതികളെന്നും വിവരങ്ങൾ പറയുന്നു. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. അതായത് നിർമ്മാതാവ് അടക്കമുള്ളവർ പ്രതികളാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നിവയാണ് ചുമത്തിയിട്ടുള്ളതെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. 2 മാസം മുമ്പ് യുവതി പരാതി നൽകുകയായിരുന്നുവെന്നും മലയാള സിനിമയിൽ പ്രമുഖ നടന്മാർക്കെതിരെ ലൈംഗിക പീഡന പരാതികൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ പരാതി ഉയർന്നിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അതായത് ഒരു സ്ത്രീ പീഡനത്തിനുള്ള ഒത്താശ ചെയ്തെന്നും ഈ പരാതിയിൽ പറയുകയാണ്. ഇവരടക്കമുള്ളവർക്കെതിരെയാണ് കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിന്റെ അന്വേഷണം SIT ഏറ്റെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. സംഭവത്തിൽ നിവിൻ പോളി 6ാം പ്രതിയെന്നും നിർമ്മാതാവ് A.K. സുനിലാണ് 2ാം പ്രതി എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 2023 നവംബറിലാണ് ഈ പീഡനം നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുകയാണ്. ശ്രേയ എന്ന യുവതിയാണ് ഈ സംഘത്തിനെ തന്നെ പരിചയപ്പെടുത്തി കൊടുത്തതെന്നും 2ഇടത്ത് വെച്ച് പീഡനം നടത്തിയെന്നും ഈ പരാതിയിൽ പറയുന്നു. അതായത് കോതമംഗലം സ്വദേശിയായ യുവതിയാണ് നിവിൻ പോളി അടക്കമുള്ളവർക്കെതിരെ തന്നെ പീഡിപ്പിച്ചെന്ന പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം യുവതിയുടെ മൊഴിയെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസെടുക്കാൻ തീരുമാനിച്ചത് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. കോതമംഗലം ഊന്നുകൽ പോലീസാണ് കേസ് ആദ്യം രജിസ്റ്റർ ചെയ്തത്. കേസിൽ 1ാം പ്രതി ശ്രേയ എന്ന സ്ത്രീയാണെന്നും നിവിൻ പോളി 6ാം പ്രതിയാണെന്നും 2ാം പ്രതി നിർമ്മാതാവ് A.K. സുനിൽ, 3ാം പ്രതി ബിനു, 4ാം പ്രതി ബഷീർ, 5ാം പ്രതി കുട്ടൻ എന്നിവരാണെന്നാണ് വിവരങ്ങൾ. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവതി പറയുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് യുവതി പരാതി നൽകിയത്. തുടർന്ന് എറണാകുളം റൂറൽ എസ്.പിക്കാണ് യുവതിയുടെ പരാതി എത്തിയത്. ശ്രേയയുടെ സാന്നിധ്യത്തിൽ മറ്റ് 5 പ്രതികൾ തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. തുടർന്നാണ് ഊന്നുകൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത SITക്ക് ഇത് കൈമാറിയത്. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ കേസിൽ ഇനി SIT ആകും അന്വേഷണം നടത്തുക എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ ലൈംഗികാതിക്രമ കേസിൽ നടൻ സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. സെപ്റ്റംബർ 13 ഈ കേസ് വീണ്ടും പരിഗണിക്കാനും മാറ്റിയിരിക്കുന്നു. അതായത് ബംഗാളി നടിയുടെ ലൈംഗിക അതിക്രമ ആരോപണത്തിൽ കേസെടുത്തതിനെ തുടർന്ന് സംവിധായകൻ രഞ്ജിത്ത് മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതേസമയം നടിയുടെ ലൈംഗിക അതിക്രമ ആരോപണ കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ നടനും MLAയുമായ മുകേഷിന്റെ മുൻകൂർ ജാമ്യ അപേക്ഷയിൽ വാദം പൂർത്തിയായിരിക്കുന്നു. ഹർജിയിൽ 5ാം തീയതി വിധി പറയുമെന്നാണ് വിവരങ്ങൾ. നടൻ ഇടവേള ബാബു, ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇതേ ദിവസം തീർപ്പാക്കുമെന്നാണ് വിവരങ്ങൾ. അതുവരെ പ്രതികളുടെ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുകയാണ്. എന്നാൽ കേസിൽ കഴമ്പില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കാമെന്നുമാണ് പ്രതിഭാഗം കോടതിയിൽ വാദിക്കുന്നത്. എന്നാൽ മുകേഷ് ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന ഉറച്ച നിലപാടാണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇവർക്കൊപ്പം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ നടൻ മണിയംപിള്ള രാജുവിന്റെ ഹർജി കോടതി തീർപ്പാക്കി. മണിയംപിള്ള രാജുവിനെതിരെ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളെ ചുമത്തിയിട്ടുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നടപടിയും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.